പല്ലേപ്പ് അതെന്തായാലും വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പല്ല് വെച്ചിട്ടാവാൻ ബാക്കി പരിപാടികള്. അങ്ങനെ പല്ല് വെച്ച് മുഖം കഴുകി ഇനി നമുക്ക് ചായ പരിപാടിയിലേക്ക് കിടക്കാം. മുടക്ക് ദിവസങ്ങളിൽ മാത്രം ഇങ്ങനത്തെ വെള്ളയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കി കിട്ടാറുള്ളൂ കേട്ടോ. അപ്പൊ പിന്നെ ഇന്ന് എന്തായാലും അത് കഴിച്ചിട്ട് തന്നെ ബാക്കി പരിപാടികളുള്ളൂ. ഇന്ന് ഞാൻ 6 പത്തിരി കഴിച്ചുട്ടാ, വേറെ ഒന്നും കൊണ്ടല്ല, അത്യാവശ്യം നല്ല പണിയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ വയറ്റിലാക്കിയിട്ട് നമ്മൾ നേരെ പറമ്പിലേക്ക് പോവാണ്. വന്നപ്പോ തന്നെ കണ്ടമാനം തേങ്ങ പറക്കാണ്ടായി, അതൊക്കെ പറക്കി കൂട്ടി തെങ്ങിന്റെ കൂമ്പിൽ കേടുവെന്നുള്ള കാരണം കൊണ്ട് അത് ഒഴിക്കാനുള്ള മരുന്നുണ്ട്. പറമ്പിൽ തെങ്ങുള്ള എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ കേടലയിൽ നമ്മൾ ഉപ്പാട്ടിട്ടത്. ഇനി തെങ്ങിനും കവുങ്ങിനും ചാരടലാണ് അടുത്ത പരിപാടി. അച്ഛന്റെ റോള് ചാക്കിലുള്ള ചാരൊക്കെ എടുത്തിട്ട് കടക്കിൽ കൊണ്ടുവിടല്, അത് കലക്കി ഉണ്ടാക്കലാണ് എന്റെ പരിപാടി. രാത്രി ആയി കഴിഞ്ഞ പന്നിയുള്ള ശല്യമാണ്, ഇവരുടെ കുസൃതിയാണ് സഹിക്കാൻ പറ്റാത്തത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇത്രയും എളുപ്പത്തിൽ തേങ്ങ പൊട്ടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെറുതെ ആളെ വിളിച്ച് തെങ്ങേറ്റിക്കേണ്ട ആവശ്യം? ആ തെങ്ങ് കയറുന്ന പൈസ ഉണ്ടെങ്കിൽ ഒരു ഫുൾ മന്തി കഴിക്കാം. അങ്ങനെ പൊട്ടിച്ച തേങ്ങയൊക്കെ എടുത്ത് ചാക്കിലാക്കിയിട്ടാ. കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം ഈ ചാക്കിൽ എന്തായിരിക്കുന്നു. ഇത് വേറൊന്നുമല്ല കേട്ടാ, ആട്ടിൻകാട്ടാണ്. നമ്മളന്ന് വൃത്തിയാക്കിയപ്പോ അത് വീടിന്റെ പിറകിലോട്ട് മാറ്റിണ്ടായിരുന്നു. അതിപ്പോ നമ്മൾ ഈ പറമ്പിലോട്ട് കൊണ്ടുവന്നേക്കാണ്. ഈ വെള്ള കവറിൽ കാണുന്നത് വേറൊന്നുമല്ല കേട്ടാ, ഇത്തലാണ്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടിൻകാട്ടം നിറച്ച ചാക്കിലോട്ട് നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിന്റെ മുകളിൽ ഇത്തലിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാകെ ഉടയും. അങ്ങനെ അതൊക്കെ അവിടെ അടച്ചു വെച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിലെത്തിയപ്പോ അമ്മ പറഞ്ഞു ഇന്ന് വൈകിട്ടത്ത് ഈ കൊള്ളിപ്പേരി ഉണ്ടാക്കാൻ. കൊള്ളി പറിക്കാനായിട്ട് ഇറങ്ങിയപ്പോ അന്തരീക്ഷം മൊത്തം പോക്ക. അവിടെ ആരോ തീയിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. അതെ, ആ കാണുന്ന കൊള്ളിയാണ് നമ്മളിന്ന് പറിക്കാൻ പോണത്. കുറച്ച് കഷ്ടപ്പാടുണ്ട് അപ്പുറത്ത് കിടക്കാൻ. തുരുമ്പ് പിടിച്ചുള്ള കമ്പേകാരുണ്ട്, ഏത് നിമിഷം പൊട്ടി വീഴാനുള്ള ചാൻസ് ഉള്ള കാരണം കൊണ്ട് ചെറിയൊരു പേടിണ്ടാന്ന് കിട്ടാ. അങ്ങനെ ഫൈനലി നമ്മൾ കൊള്ളിയൊക്കെ പറിച്ചെടുത്തു കിട്ടാ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കൊള്ളി നമുക്ക് കിട്ടി. അങ്ങനെ പറിച്ച കൊള്ളിയൊക്കെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്ത് പിന്നെ പറമ്പിലേക്ക് ഇറങ്ങി അച്ഛൻ കത്തിക്കാനുള്ള മൂടില്ല. കത്തിക്കൽ പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയതൊക്കെ എടുത്ത് പറക്കിയിടും. അതാണ് ഞങ്ങളുടെ പരിപാടി. സംഭവം കത്തി തുടങ്ങിയപ്പോ ചൂട് ഭയങ്കരമായിരുന്നു കേട്ടോ, സഹിക്കാൻ പറ്റില്ലാത്ത ചൂടായിരുന്നു. ഇനി നമുക്ക് ചായ പരിപാടിയിലേക്ക് കിടക്കാട്ടാ. കൊള്ളിയും പിന്നെ ചമ്മന്തിയും കൂടി കൂട്ടിയിട്ട് ഒറ്റ പിടി. അപ്പൊ ഓക്കെ, ബൈ.